കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചോദിക്കാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. എന്നിട്ട് പോരുമ്പോൾ ആ അനന്തൻ്റെ ആ ഒരു ശില്പം കാണാം. അതും കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അടുക്കള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ശ്രീകോവിലിലേക്ക് നോക്കാം. വളരെ മനോഹരമായ കാഴ്ച, അതിമനോഹരമായൊരു കാഴ്ച കേട്ടോ. എന്ത് രസമാണെന്നറിയോ? ഇന്ന് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അപ്പോൾ എന്താ വെച്ചാലേ ചമ്രം പടിഞ്ഞിരിക്കുക. ഇന്നിപ്പോൾ കോണകമൊന്നും കാണാനില്ല കേട്ടോ. അതെന്താ വെച്ചാൽ അരമണി ഇങ്ങനെ കാണാണ്ട് ആ കിങ്ങിണി ആ ചമ്രം പടിഞ്ഞിരിക്കൊണ്ട് കോണ കൊടുത്തണോന്നും അറിയില്ല. അതിൽ മേലെ രസം എന്താ വെച്ചാൽ ഇടത്തെ കയ്യിൽ വലിയ ഒരു കലവും വെച്ചിട്ടുണ്ട്, വെണ്ണക്കലം. വലത്തെ കയ്യിൽ വെണ്ണയും എടുത്തിട്ടുണ്ട്. കാലത്തുനിന്ന് വെണ്ണ എടുത്തിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പ്. അതാണ് ഒതുങ്ങി ഇരുന്നിട്ടാ ചെറിയ ഉണ്ണി. അത് നല്ല രസമുണ്ട്. അപ്പം മാറത്ത് ഒരു പുലിനകമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ തന്നെ 2 തിരുമുടിമാല, അതേപോലെ 2 ഉണ്ടമാല. അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കൈവളകൾ, തോൾവളകൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. വളരെ രസമായിട്ടാണ്, നല്ല പുഞ്ചിരിയാണ്. കുറച്ച് വെണ്ണ ആ ചുണ്ടത്തൊക്കെ ഉണ്ടോയെന്ന സംശയം, കാരണം അത്രയ്ക്കും ഇങ്ങനെ ഉണ്ട്. യശോദാമ പുറത്തേക്ക് പോയാൽ തക്ക നോക്കിയിട്ട് പതുക്കെ അതിങ്ങോട്ട് എടുത്തിട്ടേ കയ്യിലേക്ക് എടുത്തണ്ട. അതാണ് ആ ഒരു കാഴ്ച. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ആ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. അതിനുശേഷം നേരെ വന്ന് ഗണപതിനെ കാണാം. അങ്ങനെ ഗണേശനെ കാണാൻ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അതേപോലെ ഇന്നിപ്പോൾ ധാരാളം തിരക്കല്ലേ. അങ്ങനെ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കൊമ്പ്, തുമ്പി, കൈയൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടി കിരീടം വെച്ചിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ. അതേപോലെ വലിയ മാലകൾ, നെക്ലസ് മാലകളൊക്കെ ഉണ്ട്. പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം അർച്ചന പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ആന തൊഴുത് അവിടുന്ന് വരുമ്പോൾ വീണ്ടും നമ്മൾ ആ കോർണറിലുള്ള ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ വരുമ്പോൾ ധാരാളം മാലകളുണ്ട്. വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്, അതേപോലെ താമരമാലകളൊക്കെ ഉണ്ട്, തുളസി മാലകളുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് അങ്ങനെ വന്ന് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് ധാരാളം പൂക്കളുണ്ട്. വെറ്റിലമാല ഉണ്ട്, അതേപോലെ തുളസിമാലയൊക്കെ വന്നിട്ടുണ്ട്. ധാരാളം കുങ്കുമമൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം.
അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ ആ ഗ്രില്ലിനപ്പുറത്ത് മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിണി, വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് വന്ന് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ അവിടെ എത്തി ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ മുന്നിലെത്തിയാൽ ഗോളകയാണ്, ബാക്കിയൊക്കെ ആവുന്നേ ഉള്ളൂ. അതേപോലെ ചുവന്ന പട്ട് താഴത്തുണ്ട്, പച്ചപ്പട്ട് പുറകുവശത്തുണ്ട്, പിന്നെ ധാരാളം മാലകളുണ്ട്. അപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പം മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെ ആവും. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.